നമ്മൾ ഷോണിനെ തിരക്കി പോവാം. ഷോണിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ഷോണിനെ വിളിക്കുമ്പോൾ ബിസിയാണ്. അങ്ങനെ നമ്മൾ ഷോണിനെ തിരക്കി ഷോണിൻ്റെ വീട്ടിൽ ആദ്യം പോയി നോക്കാം. അതിനുശേഷം ഷോൺ എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, വിളിച്ച് നോക്കാം ഷോൺ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഷോൺ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഷോണിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഷോൺ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഷോണിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. എവിടെ അടുത്തെത്തിയിരിക്കുന്നു. ഷോണിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഷോൺ അവിടെ ഉണ്ടോ? ഞാൻ ഇറങ്ങിപ്പോയി ഷോൺ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഷോൺ അവിടെ മിക്കവാറും കാണേണ്ടതാണ്, അറിയാം. അപ്പോൾ നമുക്ക് നേരെ പുതുപ്പള്ളിയിലേക്ക് പോകാം. ഷോൺ രാവിലെ പള്ളിയിൽ പോകുന്ന ഇതിലായിരിക്കും. രാവിലെ പള്ളിയിൽ പോയതായിരിക്കും ഷോൺ. ആദ്യം നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം, ഇല്ല നമ്മൾ വഴി കിടക്കും. ഷോൺ വന്ന് നമ്മളെ രക്ഷിക്കത്തൊന്നുമില്ല. ആദ്യം നമുക്ക് പള്ളിയിലോട്ട് കയറ്റി നേരെ വളച്ച് കയറ്റിക്കുക. ഒരു വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നു. അപ്പുറത്തെ സൈഡ് വെച്ച് പെട്രോൾ ഇനി നേരെ പുതുപ്പള്ളി മണർകാട് എന്നിട്ട് പോകാം. സൈഡ് വണ്ടിയുണ്ട്, ഒരെണ്ണം വരുന്നുണ്ട്. ദൂരത്തെ ഈ സൈഡ് നോക്കട്ടെ. നേരെ മണർകാട്. ഇതാണ് നമ്മുടെ കോട്ടയത്തിൻ്റെ NH. മഴക്കാറുണ്ട്. ഇതേ വരെ നമുക്ക് നേർക്കെടുത്ത് ചെയ്യാനുണ്ട്. എല്ലാം തോന്നിവാസം. ഇവരൊക്കെ KSRTC ഓടിക്കുന്നവരാണോ? അതെ, എപ്പോഴും ഈ സൈഡിലാണ്. അതെ, അല്ല നമ്മുടെ നെഞ്ചത്തോട്ട് ഉണ്ടാക്കി വെച്ചു. മാലമായി വടമാണ്. മാലത്ത് നമ്മൾ ഷോൺ പോകുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എത്തണം. മഴ ഭയങ്കര നല്ലതായതുകൊണ്ട് നല്ല മഴക്കാറുമുണ്ട്. കണ്ടിന് എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ. നല്ല വെയില്, പൊരി വെയില. വെയിലാണേ വെയില്, മഴയാണേ മഴ. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഷോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. എന്നാൽ അതിനും നമുക്ക് കഴിക്കാം. വഴിയിൽ നിർത്തി ആളെ എടുക്കുന്ന ഏകമുണ്ട്. കാവമ്പടി ആയിട്ടുണ്ട്. ഇതാണ് മണർകാട് അമ്പലം. ഷോൺ മണർകാട് പള്ളി കാണും. പേര് നോക്കാം. ഷോൺ ഞായറാഴ്ച അതിൻ്റെ ഭയങ്കര പറ്റിയ മാർഗ്ഗമായിരിക്കുന്നുണ്ട്. മണർകാട് പള്ളി പുള്ളി അങ്ങനെ പോകാറില്ല. നമുക്ക് പുതുപ്പള്ളി പള്ളിയിലാണ് പുള്ളിക്കാൻ അങ്ങനെ പോകാറ് ഞായറാഴ്ച. നമ്മൾ അതുകൊണ്ട് നേരെ പുതുപ്പള്ളിക്ക് പോവാം. അങ്ങനെ മണർകാട് ഇത് കഴിഞ്ഞല്ലേ കാർണിവല്.
നമുക്ക് എന്തോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ബസ്സുകാരൻ്റെ പുറകെ പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എങ്ങോട്ടാ? തിരുവഞ്ചൂർ അല്ല തയ്യാർക്കുന്നു എവിടെയൊക്കെ എത്താം ബസ്സുകാരൻ്റെ പുറകെ പോയി. എനിക്ക് തിരിയാണ് മണർകാടുന്ന് പുതുപ്പള്ളിയിലേക്ക്. പുതുപ്പള്ളിയിലേക്കുള്ള വഴി അതീവ ദുർഘടമാണ്. പുതുപ്പള്ളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുതുപ്പള്ളിയിലെത്തി. ഇനി ഇവിടുന്ന് വളഞ്ഞു തിരിഞ്ഞ് കയറി പോകണമെങ്കിൽ അവിടെ എല്ലാം മറ്റേ ബാരിക്കേഡ് വെച്ച് അടച്ചു വെച്ചിരിക്കും. പഴയ പോലെ നമുക്കിപ്പോൾ കയറി പോകാൻ പറ്റത്തില്ല. തിരിച്ചു പോകാം. സ്റ്റാൻഡിൻ്റെ അകത്തൂടെ കയറിയിട്ട് വളർത്തും. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഏതോ അത്യാവശ്യക്കാരനാണോ വായുവിളിലേക്ക് പോകുന്നു. പള്ളിയിൽ എത്തിയിരിക്കുക. ഷോൺ ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഷോണിനെ അവിടെ ചെന്നിട്ട് തപ്പി നോക്കാം. എന്നിട്ട് പെരുന്നാൾ പോയി ഷോൺ ഇവിടെ ഉണ്ടെന്നാണ് നോക്കാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം. വെയിലില്ലാത്ത സ്ഥലം നോക്കി അങ്ങനെ പള്ളി എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് അതിനകത്ത് അവിടെ സൈസ് എടുക്കും ഓട്ടോ വിളിച്ചു. ഷോൺ ഇവിടെ എവിടെയായാലും കാണുമായിരിക്കും. ഷോൺ ആദ്യം നമുക്ക് തപ്പി നോക്കാം. പള്ളിയിലായേക്കുന്നതുകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് വഴിയില്ല. അങ്ങനെ നമ്മൾ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളി അഭിലാഷം അവിടെ. ഓക്കെ, ഷോനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമുക്ക് ഷോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ തപ്പി നോക്കാം. അങ്ങനെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ പോയി. ഷോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പുതുപ്പള്ളിപ്പള്ളിയിലാണ് സാധാരണ ഷോൺ വരുന്നത്. ഷോൺ എവിടെ എങ്ങും കാണാനില്ല. ഷോണെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്. ഫോൺ ആക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഷോൺ എവിടെയുണ്ടെന്ന് അറിയുന്നതാണ്. അഭിഷേകൻ ഷോണിനെ കണ്ടോ? ഷോൺ നമ്മുടെ ഈ പുതുപ്പള്ളി ഏരിയയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോണിനെ നമുക്ക് വിളിച്ച് നോക്കാം. ഷോൺ പുതുപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുമായിരുന്നു തോന്നുന്നു. ഇവിടെ പള്ളി കഴിഞ്ഞ് എല്ലാവരും പോയി. ഷോൺ ഇവിടെ വല്ലതും ഉണ്ടോ? പള്ളി കഴിഞ്ഞ് എല്ലാവരും പോയി. ഷോണിനെ മാത്രം കാണുന്നില്ല. അഭിലാഷാണ് അവിടെ. അഭിലാഷാനെ കാണും. ആ, ഇവിടെ ഉണ്ടായിരുന്നു. ഷോണിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇവിടെ ഇങ്ങ് ആരും കാണുന്നില്ല. ഓക്കെ, നമുക്ക് താഴോട്ട് പോയി ഷോണിനെ വിളിച്ചു നോക്കാം. ഷോണിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കും. എവിടെയാണെന്ന് ചോദിക്കുക. സൗണ്ട് എടുക്കുന്നില്ലല്ലോ. ഹലോ, എവിടെയാ? കോട്ടയോ? താൻ പുതുപ്പള്ളിയിലുണ്ടെന്നല്ലോ ഇവിടെ പറഞ്ഞു. ഞങ്ങൾ പുതുപ്പള്ളി വന്നിട്ടുണ്ടല്ലോ. താനിപ്പം നിലവിൽ എവിടെയാ? കോട്ടയത്താണോ? ഗൈസ്, ഞാനും അഭിലാഷാണ്ണും കൂടി ഷോണിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പുതുപ്പള്ളിയിലുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളി വന്നപ്പോൾ ഷോൺ ഇവിടെയില്ല, കോട്ടയത്തിന് പോയേക്കുക. ഏതായാലും നമ്മൾ പുതുപ്പള്ളി വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ പുതുപ്പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയാണ്, പുതുപ്പള്ളി പള്ളിയാണ്. ഈ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ട് വശത്തുള്ളൊരു ചെറിയ ആറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാണാൻ സാധിക്കും ഒത്തിരി ആൾക്കാർ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ കുറേ ദിവസമായിട്ട് ഭയങ്കര മഴ അയക്കുന്നതുകൊണ്ട് വെള്ളമുണ്ട് ഇവിടെ, നല്ല വെള്ളമുണ്ട്. ഈ ചൂടത്ത് ഭയങ്കരമായിട്ട് വെള്ളം താഴ്ന്നായിരുന്നു. അതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. അഭിലാഷേട്ടൻ ക്ഷീണിച്ചിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്.
നല്ല കാറ്റുണ്ട്. ഓ നൈസ്. അത് അങ്ങോട്ട് നോക്കാം. ക്യാമറയുടെ ചോട്ടിൽ തന്നെ പോയി എല്ലാം കുടിക്കാം. ഭയങ്കര വെയിൽ. എടുക്ക. ഷോൺ അവിടെ കുടിച്ച് മറിയുമായിരിക്കും. അങ്ങനെ നമ്മൾ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ട് വശത്ത് ഒരുപാട് കടകളുണ്ട്. അവിടെ പോയി വെള്ളം കുടിക്കാം. ജ്യൂസുകൾ അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചു. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഈ വെയിലത്ത്. ഭയങ്കര വെയിലാണോ. ഷോണെ വിളിക്കുമ്പോൾ എല്ലാം ഷോൺ പറയുന്നത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഷോൺ കോട്ടയത്തുണ്ടെന്നാ. നമുക്ക് കോട്ടയത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷോണെ അന്വേഷിച്ച് വിശന്ന് കോട്ടയത്തിന് പോകുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈവിട്ട കളിയാണ്. ഓക്കെ. അങ്ങനെ ഞാൻ വളച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ മനസ്സിലായി എനിക്ക് വളയ്ക്കാൻ അറിയാവുന്ന. വളക്കരി വീരൻ നീ തന്നെ. അതാണ് അഭിലാഷാണ് എപ്പോഴും പറയാം എനിക്ക് വളയ്ക്കാൻ അറിയത്തില്ല. ഞാൻ നല്ല കിടിലുമായിട്ട് വളയ്ക്കും ഗൈസ്. ഇതാണ് പുതുപ്പള്ളിയിലെ കയ്യാലപ്പാലം. ഇതുണ്ടോ കയ്യാലയാണിത്. ഇവിടെ സ്പീഡ് കുറച്ച് പോയില്ല. നമ്മൾ ആകാശം വഴി പോകുന്നതാണ്. എല്ലാം തോന്നിയ ദിവസം കയറി വരുന്ന ആൾക്കാരാണ്. ഷോണിനെ അന്വേഷിച്ച് രാവിലെ ഇറങ്ങിയതാണ്. ഉച്ചയായി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുള്ള പരിപാടി പോകും. വരെ കിട്ടിയിട്ടില്ല. ഇത് ഒരു വെള്ളം കുടിച്ചല്ലാതെ ഒരു സാധനം കഴിച്ചിട്ടില്ല. മലബാർ മജീസ് അവിടെ കുഴിമന്തിക്കട. അവിടെ പോയി എന്താ കഴിക്കണ്ടേ? മന്തി വേണോ? കുഴിമന്തി കഴിക്കും. ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റി ആയിട്ട് നമ്മൾ ബീഫ് കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് കുഴിമന്തിയോട് താല്പര്യമുണ്ട്. പക്ഷേ ബീഫ് കുഴിമന്തി നമ്മൾ ഇതുവരെ. കുഴിമന്തി ഒരു വികാരമാണല്ലോ. അതെ, കുഴിമന്തി ഒരു വികാരമാണ്. നമ്മൾ ബീഫ് കുഴിമന്തി കഴിക്കാൻ പോകുന്നത്. കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കണ്ടറിയാം നമ്മളിന്ന് കുഴിമന്തിയെ തീർക്കുന്നതാണ്. നമ്മൾ ഷോണിനെ തപ്പി നല്ല വിശപ്പായിട്ടുണ്ട്. നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയിരിക്കുക. ഒരു ബീഫ് മന്തി കഴിച്ചിട്ടാവുക ഇനി അടുത്ത അന്വേഷണം. അങ്ങനെ നമ്മൾ കോടിമലയിലുള്ള മലബാർ മജീസിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു ബീഫ് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം. അങ്ങനെ അഭിലാഷേട്ടൻ കുഴിമന്തിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് മലബാർ മജീസിൽ. ഇത് കോടിമതയിലായിട്ടാണ് കേട്ടോ വരുന്നത്. കോടിമത നാലുവരിപ്പാതയുടെ സൈഡിലായിട്ടാണ് ഈ മലബാർ മജീസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ്. നമ്മൾ ഷോണിനോടുള്ള കലിപ്പ് കൊണ്ട് ഈ കുഴിമന്തി കഴിച്ച് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. നമുക്ക് അതിനുള്ളിൽ നമുക്ക് മയണൈസ് കൂടി എടുത്തിട്ട് ഇതിനകത്ത് കൊടുക്കാം. ഉള്ളത് നമ്മൾ മയണൈസ് എടുത്ത് വയ്ക്കുന്നതാണ്. സലാഡ്, കുറച്ച് സലാഡും എഴുതാം. ചില്ലിയുടെ സാധനം എടുക്കണം. അങ്ങനെ നമ്മൾ പണി തുടങ്ങാം. അങ്ങനെ നമ്മൾ ബീഫ് കുഴിമന്തി ഷോണോടുള്ള മുഴുവൻ കലിപ്പ് ഈ മന്തിയോട് തീർക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ഒരു സാധനം കഴിച്ചിട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കാം.
ഗൈസ് അഭിലാഷാണ് ഞാനും കൂടി കോട്ടയത്ത് തിരക്കി വന്നതാണ്. ഷോൺ പക്ഷേ ഇവിടുന്ന് എസ്കേപ്പ് ആയി, ഇവിടുന്ന് മുങ്ങി. അങ്ങനെ ഞങ്ങൾ കുഴിമന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ റൈറ്റ് സൈഡിൽ കിടക്കുക. ഷോണിനെ വിളിച്ചിട്ടങ്ങ് ഫോൺ എടുക്കുന്നില്ല. ഇനി നേരെ വീട്ടിലോട്ടാണ്, മടുത്തു. ഇനി നല്ല മഴക്കാറ് വരുന്നുണ്ട്, നല്ല മഴക്കാറ് കാരണം ഒരു രക്ഷയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പെടുന്നു. അവിടെ നേരെ ഇനി വീട്ടിലോട്ട്. ഷോണിനെ വീട്ടിൽ ചെന്ന് കാണുന്നുണ്ട്, ഇപ്പം അല്ല വൈകിട്ട്. ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണമാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഷോണിനെ അന്വേഷിച്ചുള്ള ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഷോണിനെ നേരിട്ട് കാണാം. മാമ്പഴക്കാലം, ഇവിടെ എന്തോ മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നുണ്ട്.